accessing file for input output operation. How to access a file for input output operation. അതാണ് ഈ സെക്ഷനിൽ വരുന്നത്. There are two methods. First one random access and second one sequential access. അപ്പോൾ ഒരു ഫയലിനെ നമ്മൾ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടി ആക്സസ് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. One is random access and the second one is sequential access. So now let us see what is random access in detail. Random access. So random access means it is associated with file pointer which can be moved directly to any location. So random access എന്ന് പറയുമ്പോൾ it is associated with file pointer which can be moved directly to any location. Which can be moved directly to any location. Random access എന്ന് പറഞ്ഞാൽ അത് ഫയൽ പോയിന്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഫയൽ പോയിന്റർ എങ്ങനെയായിരിക്കും? നമുക്ക് അതിനെ ഡയറക്റ്റ്ലി ഏതൊരു ലൊക്കേഷനിലോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. We have input file pointer and output file pointer in C++ called as get pointer and put pointer. Input file pointer ഉണ്ട്, അതുപോലെ C++ൽ output file pointer ഉണ്ട്. Input file pointerനെ get pointer എന്നും output file pointerനെ put pointer എന്നും വിളിക്കും. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം എടുക്കുവാണ്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു സാധനം അങ്ങോട്ട് ഇടുവാണ്. അങ്ങനെയാണ് ഓർക്കേണ്ടത് ഗെറ്റ് പോയിന്റർ ആൻഡ് പുട്ട് പോയിന്റർ. സോ C++ലെ ഇൻപുട്ടിന് ഇൻപുട്ട് ഫയൽ പോയിന്ററും ഉണ്ട്, ഔട്ട്പുട്ട് ഫയൽ പോയിന്ററും ഉണ്ട്. ഇൻപുട്ട് ഫയൽ പോയിന്ററിനെ ഗെറ്റ് പോയിന്റർ എന്നും ഔട്ട്പുട്ട് ഫയൽ പോയിന്ററിനെ പുട്ട് പോയിന്റർ എന്നാണ് അറിയുന്നത്. To position input pointer we use seekg function and to get the position of input pointer we use tellg. അപ്പോൾ ഇൻപുട്ട് പോയിന്ററിന്റെ കേസിൽ നമ്മൾ അതിനെ പൊസിഷൻ ചെയ്യാം. To position we have to use seekg. seekg എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്താണ് ഇൻപുട്ട് പോയിന്ററിനെ പൊസിഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ to get the position of input pointer, to get the position നമ്മൾ എന്ത് ഉപയോഗിക്കണം? tellg. g for get. അതായത് നമുക്ക് ഒരു പൊസിഷനിലോട്ട് അതിനെ പ്ലേസ് ചെയ്യണമെങ്കിൽ, ഒരു പൊസിഷൻ ഇൻപുട്ട് പോയിന്ററിനെ എങ്ങോട്ടെങ്കിലും പൊസിഷൻ ചെയ്യണം അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ സീക്ക് ജി ഉപയോഗിക്കണം. ജി സ്റ്റാൻഡ്സ് ഫോർ ഗെറ്റ്. സീക്ക് ജി ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻപുട്ട് പോയിന്ററിനെ നമുക്ക് എങ്ങോട്ടെങ്കിലും പൊസിഷൻ ചെയ്യുകയോ പ്ലേസ് ചെയ്യുകയോ ചെയ്യാം. ഇനി ഇൻപുട്ട് പോയിന്റർ ഇരിക്കുന്ന പൊസിഷൻ, ഇൻപുട്ട് പോയിന്ററിന്റെ സ്ഥാനം അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? tellg എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യണം. സോ സിമിലർലി ഔട്ട്പുട്ട് പോയിന്റർ ആണെങ്കിൽ അതിനെ പൊസിഷൻ ചെയ്യാൻ എന്തായിരിക്കും? ഔട്ട്പുട്ട് പോയിന്ററിനെ പൊസിഷൻ ചെയ്യാൻ സീക്ക് പി. സീക്ക് ജി ഇൻപുട്ടിനാണെങ്കിൽ ഔട്ട്പുട്ടിന് എന്തായിരിക്കും? സീക്ക് പി. അതുപോലെ ടു ഗെറ്റ് ദ പൊസിഷൻ, ഔട്ട്പുട്ട് പോയിന്ററിന്റെ പൊസിഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ടെൽ പി. ഇപ്പൊ സീക്ക് ജി അല്ലെങ്കിൽ സീക്ക് പി പോയിന്ററിനെ പ്ലേസ് ചെയ്യാനോ പൊസിഷൻ ചെയ്യാനോ, ഇനി അതിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ പൊസിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ we have to use tellg or tellp. G for input and P for output. Now these functions are used along with three modes.
functions are used with 3 modes. നമ്മൾ 3 മോഡ്സിനെ കൂടെയാണ് ഈ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. That is iOS, beg, then iOS start and iOS end. So iOS BEG ആണെങ്കിൽ refers to beginning of file. ഈ മോഡ് എന്ന് പറയുന്നത് ഫയലിന്റെ beginning of file. iOS current എന്ന് പറഞ്ഞാൽ current position in file. Current position in file. അതുപോലെ iOS end എന്തിനായിരിക്കും? refers to end of file. നമ്മൾ ഈ പോയിന്റേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ എന്താണ് ആ ഫങ്ഷൻസ് ഉണ്ടല്ലോ, പോയിന്റേഴ്സിനെ പ്ലേസ് ചെയ്യാനുള്ള ഫങ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ 3 മോഡും കൂടെ യൂസ് ചെയ്യും. ബിഗിനിങ്ങിൽ വേണോ, എൻഡിൽ വേണോ, അല്ലെങ്കിൽ കറണ്ട് പൊസിഷനിൽ വേണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 3 മോഡ്. iOS BEG ആണെങ്കിൽ ബിഗിനിങ് ഓഫ് ഫയലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. iOS end ആണെങ്കിൽ എൻഡ് ഓഫ് ദ ഫയലിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. iOS CUR ആണെങ്കിൽ കറണ്ട് പൊസിഷൻ ഇൻ ദ ഫയലിനെ റെപ്രസെന്റ് ചെയ്യും. ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. If stream dot fin dot seek g 30, iOS BG ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്? ഇൻപുട്ട് പോയിന്റർ positions input pointer to byte number 30 from beginning of the file linked with the object fin. ഈ ഫിൻ എന്നുള്ള ഒബ്ജക്റ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഏത് ഫയലാണോ ആ ഫയലിനകത്ത് ഇൻപുട്ട് പോയിന്ററിനെ ബിഗിനിങ്ങിൽ നിന്നും 30 ബൈറ്റ്സിൽ പ്ലേസ് ചെയ്യും. സോ if stream.fin or if stream.fin and fin.seek 30, iOS beg. ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഫിൻ ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. if stream.fin stream.object. അപ്പം ഫിൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫയൽ ഏതാണോ, ഫിന്നുമായിട്ടുള്ള ഒബ്ജക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫയൽ ഏതാണോ ആ ഫയലില് സീക്ക് ജി, അപ്പം ഇൻപുട്ട് പോയിന്ററിനെ പ്ലേസ് ചെയ്യണം. അതിനാണ് സീക്ക് ജി ഉപയോഗിക്കുന്നത്. സോ ഫിൻ എന്നുള്ള ഒബ്ജക്റ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫയലിനകത്ത് ഇൻപുട്ട് പോയിന്ററിനെ ബിഗിനിങ്ങിൽ നിന്നും 30 ബൈറ്റ്സിൽ പ്ലേസ് ചെയ്യും. ബിഗിനിങ്ങിൽ നിന്നുള്ള ബൈറ്റ് നമ്പർ 30ൽ പ്ലേസ് ചെയ്യും. ബിഗിനിങ്ങിൽ നിന്നും വരുന്ന 30 ബൈറ്റ് നമ്പർ 30 ഏതാണോ അവിടെ ഇൻപുട്ട് പോയിന്ററിനെ പ്ലേസ് ചെയ്യും. ഇനി വേറെ ഒരെണ്ണം നോക്കാം. fin dot seek g -2. ഇവിടെ എവിടെയാണ് pointer placed at byte number 30 from beginning. Now fin.seek g -2, iOS current കൊടുത്ത എന്താണ്? ഇൻപുട്ട് പോയിന്ററിനെ കറന്റ് പൊസിഷനിൽ നിന്നും 2 ബൈറ്റ് പുറകിലോട്ട് പ്ലേസ് ചെയ്യും. Pointer placed back
up to 2 bytes from current position. കറണ്ട് പൊസിഷനിൽ നിന്ന് 2 ബൈറ്റ് പുറകോട്ടുള്ള പൊസിഷനിൽ പോയിന്ററിനെ പ്ലേസ് ചെയ്യും. Then if it is fin dot seek g 0, iOS end. അപ്പോൾ എന്താണ്? Pointer is placed at the end. 0 bytes from the end എന്ന് പറയുമ്പോൾ ഫയലിന്റെ എൻഡിൽ തന്നെ പോയിന്ററിനെ പ്ലേസ് ചെയ്യും. അതാണ്. അപ്പോൾ നമ്മൾ ഈ റാൻഡം ആക്സസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ seek p seek g. ആ ഫംഗ്ഷൻ 3 മോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? iOS bg, iOS cur and iOS end. അപ്പോൾ ആ മോഡ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം പറയുന്ന പൊസിഷനിൽ നിന്നും എത്ര ബൈറ്റ് എന്നുള്ള നമ്പറും കൂടെ അവിടെ മെൻഷൻ ചെയ്യും. അപ്പോൾ 30, iOS big എന്ന് കൊടുക്കുമ്പോൾ എന്താണ്? ബിഗിനിങ്ങിൽ നിന്നും ബൈറ്റ് നമ്പർ 30ൽ പോയിന്ററിനെ പ്ലേസ് ചെയ്യും. സെക്കൻഡ് എക്സാമ്പിൾ എന്താ? -2, iOS current എന്ന് വെച്ചാൽ കറണ്ട് പൊസിഷനിൽ നിന്നും 2 ബൈറ്റ് പുറകോട്ട് ആയിരിക്കും പോയിന്ററിനെ പ്ലേസ് ചെയ്യാം. അതുപോലെ ലാസ്റ്റ് 0, iOS end. അപ്പൊ എൻഡിൽ നിന്നും 0 ബൈറ്റ്സിൽ 0 എന്താണ്? എൻഡിൽ തന്നെ പ്ലേസ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ഫോർ ആക്സസിങ് ഫയൽ ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. എന്താണ് ഫസ്റ്റ് മെത്തേഡ്? റാൻഡം ആക്സസ്. Now second one is sequential access. Sequential access. Sequential file accessing is done by accessing character by character. അപ്പോൾ sequential access എങ്ങനെയാണ്? It is done by accessing character by character. ഇവിടെ എങ്ങനെയാണ്? Here accessing character by ഓരോ ക്യാരക്ടർ ആയിട്ട് ആക്സസ് ചെയ്യും. അതാണ് sequential access. So in order to read or write the nth number of bytes, all previous characters are read and ignored. So to read or write byte number n, all previous characters are read and ignored. നമ്മൾ സീക്വൻഷ്യൽ ആക്സസിൽ എങ്ങനെയാണ്? എല്ലാം ഇങ്ങനെ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് nth ബൈറ്റിൽ എന്തെങ്കിലും റീഡ് ചെയ്യുക റൈറ്റ് ചെയ്യുക ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുവരെയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെ എന്ത് ചെയ്യും? റീഡ് ചെയ്തിട്ട് ഇഗ്നോർ ചെയ്യേണ്ടി വരും. There are number of functions to perform sequential access. So ഇതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. Number of functions, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് ഫോർ sequential access. അതിൽ എക്സാമ്പിൾ ആണ് get, put. അതിനകത്ത് വരുന്നു get, put. ഗെറ്റും പുട്ടും ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ they are capable of handling single character at a time. For handling single character at a time, ഒരു സമയത്ത് ഒരു സിംഗിൾ ക്യാരക്ടറിനെ മാത്രം ഹാൻഡിൽ ചെയ്യാവുന്ന ഫങ്ഷൻസ് ആണ് ഗെറ്റും പുട്ടും. അത് സീക്വൻഷ്യൽ ആക്സസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതിലൊരു എക്സാമ്പിൾ ആണ് ഗെറ്റ് ആൻഡ് പുട്ട്. ഗെറ്റും പുട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിംഗിൾ ക്യാരക്ടറിനെ ഒരു സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി ഗെറ്റ് ലൈൻ എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിലോ, ഗെറ്റ് ലൈൻ എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ടു ഹാൻഡിൽ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് അറ്റ് എ ടൈം. ഹാൻഡിൽ
multiple characters at a time. ഒരു സമയം multiple charactersനെ ആക്സസ് ചെയ്യാൻ പറ്റും. Then read function and write function. Read function or write function ആണെങ്കിൽ they are capable of reading and writing blocks of binary data. Capable of reading and writing blocks of binary data. So sequential access എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ബൈറ്റിൽ എന്തെങ്കിലും റീഡ് ചെയ്യുക റൈറ്റ് ചെയ്യുക, ബൈറ്റ് നമ്പർ n അവിടെ എന്തെങ്കിലും റീഡ് ചെയ്യുക റൈറ്റ് ചെയ്യുക ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുവരെയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്ത് ഇഗ്നോർ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് സീക്വൻഷ്യൽ ആക്സസ് ക്യാരി ഔട്ട് ചെയ്യാൻ. അതിൽ ചില എക്സാമ്പിൾസ് ആണ് ഗെറ്റ്, പുട്ട്. ഗെറ്റും പുട്ടും, ഗെറ്റ് ഫോർ ഇൻപുട്ട് ആൻഡ് പുട്ട് ഫോർ ഔട്ട്പുട്ട്, ഈ രണ്ട് ഫംഗ്ഷൻസിനും ഒരു സമയം ഒരു സിംഗിൾ ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു സമയം മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് പറയുന്ന എക്സാമ്പിൾ റീഡ് റൈറ്റ്. റീഡും റൈറ്റ് എന്നുള്ള ഫംഗ്ഷൻസ് ആണെങ്കിൽ ദേ ആർ കേപ്പബിൾ ഓഫ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ബ്ലോക്സ് ഓഫ് ബൈനറി ഡേറ്റ. ഒരു ബ്ലോക്ക് ഓഫ് ബൈനറി ഡേറ്റ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. So these are the two methods for accessing a file for input output operation: random access and sequential access.